എല്ലാം കേട്ടോ വഴി വഴി തെറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം അന്നത്തെ നല്ല വീതിയുള്ള വഴിയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതായത് അവിടെ നിന്ന് വഴി ആയിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ പോകാം. ചിലപ്പോൾ ആ വഴി കയറിയിട്ട് അങ്ങനെ പോയിരിക്കും. ഞാനാണ് ചോദിക്കണം. ഈ പഴയ മ്യൂസിയത്തിൻ്റെ അടുത്തൊക്കെ വേണം. പഴയ മ്യൂസിയം പോയിട്ട് ജംഗ്ഷനിൽ റൈറ്റ് ഉണ്ട് അല്ലേ? ഈ ജംഗ്ഷനിൽ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോവാ. അപ്പൊ ജിഎം ഹോസ്പിറ്റൽ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സനാന റോഡ് എഴുതി വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ആ സനാന റോഡ് കൂടെ റൈറ്റ് പോയാൽ കുറച്ച് മുമ്പ് ഒരു ലെഫ്റ്റ് മ്യൂസിയത്തിന്റെ റോഡാണ്. ഓക്കെ, താങ്ക് യു. നമ്മൾ കുറച്ച് കറങ്ങിന്ന് പോണേ. നമ്മൾ റൈറ്റിലേക്ക് ഒരു റോഡ് കാണുന്നുണ്ട്. റൈറ്റല്ല, റൈറ്റുണ്ട്. റൈറ്റിലേക്ക് പോകണം. നല്ല വീതിയുള്ള റോഡായിട്ടാണ് നമുക്കറിയാവുന്നത്. ചെമ്പുക്കാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചെമ്പുക്കാവ് വഴി തന്നെ പോകണം. റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടോ നമ്മളെ പഴയ മൃഗശാല കാണാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക്. ആളുണ്ടല്ലോ, ഇവിടെ ആളുണ്ടോ? അതാണ് മ്യൂസിയം. പഴയതാണ്. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചെമ്പുക്കാവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ചെമ്പുക്കാവ് ഞങ്ങൾ ഓടിക്കളിച്ച് അവിടെ നിന്നിരുന്ന സ്ഥലമുണ്ട്. ഞാനും കുഞ്ഞമ്മും ഇതിലെയൊക്കെ അപ്പാപ്പൻ്റെ കയ്യിൽ പിടിച്ച് ഈ ഉണക്കമാസത്തിന് ഏപ്രിൽ മാസമുണ്ട്. മിക്കവാറും ഏപ്രിൽ മാസത്തിലൊക്കെ വരാറുണ്ട്. അല്ല, ഏപ്രിൽ മാസത്തിലൊക്കെ അത്യാവശ്യം വരാറ്. ആ സമയത്ത് ഇവിടെ ഈ പൂക്കൾ മറ്റേ നമ്മുടെ വാഗപ്പൂ അലങ്കരിക്കാൻ വേണ്ടി, വാഗപ്പൂ പറക്കാൻ വേണ്ടി വെളുപ്പിന് 5 മണിക്ക് എണീറ്റ് വരും രണ്ടുപേരും കൂടി. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടോ. അപ്പോൾ ഈ ഇവിടെ ഒരു വളവുണ്ട്. ഇവിടെ ഒരു കൊട്ടാരങ്ങളുടെ ഏരിയയാണ്. കൊട്ടാരം അമ്മച്ചിയുടെ വീടിൻ്റെയൊക്കെ നേരെ മുമ്പിൽ തന്നെ ഒരു കൊട്ടാരമുണ്ട്. നമുക്കത് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. അപ്പോൾ അത് മ്യൂസിയത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. മ്യൂസിയം ആ കാണുന്നതാണ്. ഉണ്ടോ ആ ഒരു പച്ചപ്പ് നിറഞ്ഞ ഭാഗമാണ് മ്യൂസിയം. ഇവിടെ ഒരു കൊട്ടാരമുണ്ട്, കൊല്ലങ്കോട് കൊട്ടാരം. കാണിച്ചു തരാം. കൃത്യമായിട്ട് വണ്ടി കൊണ്ട് നിർത്തിയല്ലോ. കൊല്ലങ്കോട് കൊട്ടാരം കേട്ടോ. അപ്പോൾ ഈ ഒരു ആ വളവുണ്ട്, അവിടെ ഒരു വളവുണ്ട്. ആ വളവിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെയുണ്ട് അമ്മച്ചിയുടെ വീട്, അമ്മച്ചിയുടെ തറവാട്. അയാൾ അങ്ങോട്ട് പോകും. അവിടെയൊക്കെ ഒരു വലിയ ഫ്ലാറ്റൊക്കെ വന്നു കേട്ടോ. അങ്ങോട്ട് പോയി നോക്കായാലും. അപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട്, 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വളവാണ് കേട്ടോ പറഞ്ഞത്. അല്ല, ഈ വളവ് അന്ന് ഇന്നും അങ്ങനെയൊക്കെ തന്നെ. എൻ്റെ ഇവിടെ ഒരു പഴയ വീടുണ്ട്.
ഇതൊക്കെ അമ്മച്ചിയുടെ ആരോ ആണ് എന്നാണ്. ആ കാണുന്നതൊക്കെ അമ്മച്ചിയുടെ വല്യപ്പച്ചൻ്റെ വീടാണ്. ഈ ഇടതുവശത്താണ് കേട്ടോ അമ്മച്ചിയുടെ വീട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ നേരത്തെ ഞങ്ങൾ പറഞ്ഞ വളവ്. ആ വളവിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ അവിടെ നിന്നാണ് മ്യൂസിയം. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അമ്മച്ചിയുടെ തറവാട്. ഇപ്പോൾ ആരുമില്ല. അവിടെ ഗേറ്റൊക്കെ കൂട്ടിയിട്ടൊക്കെ പുല്ലും ഇതൊക്കെ പിടിച്ചു. ഈ ഇടതുവശത്തായിരുന്നു ശരിക്കും തറവാട്. ഇടതുവശത്ത്. ആ പേര് എപ്പോഴും ഉണ്ടല്ലേ. ഓ, വലിയ പേരൊക്കെ ഉണ്ടാവുന്നൊരു പേരുണ്ടോ. അത് വെട്ടിയിട്ടില്ല. അതിൻ്റെ അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കപ്പ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അങ്കളുണ്ടായിരുന്ന സമയത്ത് നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്. ഇപ്പോൾ വേറൊരു വീട് പണിതു. പുറവശത്തേക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഈ കാണുന്നത് വാവച്ചൻ്റെയും ഡേവിച്ചൻ്റെയും വീടാണ്. പഴയ വീട് തന്നെ ഉണ്ടത്. അതുപോലെ ഞങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളൊരു ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു വീടാണ്. വീടെന്ന് പറയാൻ പറ്റില്ല, അതൊരു ലോഡ്ജായിരുന്നു. അതായത് അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് വാറേട്ടൻ എന്നാണ് വിളിച്ചിരുന്നത്. ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത് വാറേട്ടൻ എന്നാണ്. വാറേട്ടൻ്റെ കട എന്ന് പറയുള്ളൂ. ഇതൊരു ലോഡ്ജുമാണ്. ഒരു ചെറിയൊരു തട്ടല്ല കേട്ടോ, അന്നത്തെ ഒരു ഹോട്ടലായിരുന്നു. അപ്പം ഞങ്ങൾ ഇതിലായിരുന്നു അന്ന് കളിച്ച് വളർന്ന് തട്ട പോകണതൊക്കെ. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങൊക്കെ അവിടെയൊക്കെ അത് ഇപ്പോഴും അതേപോലെ തന്നെ കേട്ടോ. അമ്മച്ചി ചോദിച്ചിട്ടുണ്ട് ആ ബിൽഡിങ് ഇപ്പോഴും പൊളിച്ചോ ഇല്ലേ. അപ്പോൾ അമ്മച്ചിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം അല്ല. ആ ബിൽഡിങ്ങൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് വാറേട്ടൻ്റെ കട കേട്ടോ. ആ പഴമ അതേപോലെ തന്നെ കണ്ടോ. ആരുമില്ല, പൂട്ടിയിട്ടേക്കാണ്. വാറേട്ടനൊക്കെ മരിച്ചു വേണ്ടോ. ഒന്നേ പ്രായമുള്ള ആളാണ്. പുള്ളിക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തർക്കത്തിൽ കിടക്കണ രീതി. എൻ്റെ അപ്പുറത്ത് അമ്മച്ചിയുടെ വല്യച്ഛൻ്റെ വീടാണ് അപ്പുറത്തുണ്ടായിരുന്നത്. അതിന് നമുക്കൊന്ന് അപ്പുറത്തേക്ക് പോവാം. ആ താഴേക്കുള്ള വഴിയിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങനെ ആയിരുന്നില്ല. അമ്മച്ചി ചോദിച്ചാൽ അവിടെയൊക്കെ വികസനം വന്നോളാം. ഇവിടെയൊക്കെ പുതിയൊരു മാള് SP സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ എന്തൊക്കെ വന്നിട്ടുണ്ട്. മൊത്തം ഇവിടെ മാറിപ്പോയി അന്ന്. അപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് രസമായിട്ട് തോന്നിയിട്ടുള്ളത് വെച്ചാൽ ഈ ഇവിടെ 2 പില്ലർ. ആ ഗേറ്റിനപ്പുറപ്പുറം ഇത്രയും പൊക്കം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. അത് പുതിയതായിട്ട് പണിതാണെന്ന് അറിയില്ല കേട്ടോ. ഇല്ല, ആ ഗേറ്റ് അത് തന്നെ ആയിരുന്നു. അപ്പോൾ ആ പില്ലറിൻ്റെ അപ്പുറം ഞങ്ങൾ വന്ന് വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കാഴ്ച കണ്ടിരിക്കും. 2 പില്ലർ കണ്ട. ഇവിടെ ഒരു പില്ലറുണ്ട്, ഇവിടെ ഒരു പില്ലറുണ്ട്. ആ 2 പില്ലറിൽ വാറേട്ടൻ്റെ കട തന്നെ. വാറേട്ടൻ്റെ കടയുടെ പുറകിലായിട്ടൊരു ഫ്ലാറ്റ് വന്നിട്ടുണ്ടല്ലേ. ഓ, ഇവിടെ ഒന്നും ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഈ വാറേട്ടൻ്റെ കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ഇവരൊക്കെ ഇപ്പോഴും അതേപോലെ തന്നെ കേട്ടോ. വാവച്ചൻ്റെയും ഡേവിച്ചൻ്റെ ഒക്കെ ഇവിടെ. അമ്മച്ചിയുടെ ചോദിച്ചാൽ കൃത്യമായിട്ട് അവരുടെ പേരൊക്കെ പറയും. ഓരോ ആളുകളുടെയും ഇതൊക്കെ. ഞാനും വളരെയധികം മാറിപ്പോയി കേട്ടോ. അത്ഭുതം. എന്നാൽ ഈ ഷോപ്പും അതൊക്കെ അവിടെ അങ്ങനെ തന്നെ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, ഇവിടെ തിരക്കുണ്ട്. അന്ന് ഈ തിരക്കൊന്നുമില്ല. അന്നൊക്കെ കഷ്ടിച്ചൊരു തമിഴ് ലോറി, പൈനാപ്പിൾ കയറ്റി പോകുന്ന തമിഴ് ലോറികൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ വല്ലപ്പോഴൊരു ബസ്, കുറച്ച് ഓട്ടോറിക്ഷ, ലാംബി ഓട്ടോറിക്ഷകൾ, സ്കൂട്ടറുകൾ, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതുപോലുള്ള തിരക്കൊന്നുമില്ല അന്ന്. അപ്പോൾ ഇത് കുറേ നാളായിട്ടൊരു മോഹമായിരുന്നു. കുറേ നാളായിട്ടുള്ളൊരു മോഹമായിരുന്നു. പരിചയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ
അങ്ങനെ ഒരുപാട് കഥകൾ ഞങ്ങൾക്ക് പറയാണ്ട് ഈ ഒരു ബേസ് ചെയ്തിട്ട്. അത് എത്ര ഷൂട്ട് ചെയ്തിട്ടും മതിയാവണല്ലോ. പക്ഷെ പഴയ വീടില്ല, പഴയ വീട് പൊളിച്ചു. പഴയ വീട് അതിനകത്തുണ്ടായിരുന്ന പഴയ വീട് പൊളിച്ചു കളഞ്ഞു. ഇടതുവശത്തായിരുന്നു. ഇപ്പം അങ്ങോട്ട് കയറണം ശരിയല്ല, പുല്ലൊക്കെ വളർന്ന പാമ്പുണ്ടാവും. ആൻറ്റിയില്ല, ആൻറ്റി മകളുടെ കൂടെയാണ്. മറ്റേ ഇവിടുത്തെ ചേച്ചി വീട് വാങ്ങിയ ചേച്ചി അവരും അമേരിക്കയിലെ എവിടെയോ മകളുടെ കൂടെയാണ്. ആരുമില്ല അവിടെ. ഒരുപാട് കളിച്ച് നടന്ന ഒരു സ്ഥലത്തിൻ്റെ കഥ പറയുന്നത് വാവച്ചനും ഡേവിച്ചനും അവിടെ ഇപ്പം ഉണ്ട്. വാവച്ചനാണെന്ന് തോന്നണം, എന്നെ പരിചയം ഉണ്ടാവുമെന്നറിയില്ല. അപ്പോൾ ഇത് ഒന്ന് ഷൂട്ട് ചെയ്താണ്. നമ്മുടെ പഴയ ചെറുപ്പം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള ചെറുപ്പകാലം വന്നിരുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തേക്കാമെന്ന് കരുതിയിട്ടുണ്ട്. അവൻ അറിയാമെന്ന് തോന്നുന്നു, വാവച്ചനാണെന്ന് തോന്നുന്നു. വാവച്ചനോ ഡേവിച്ചനോ കൊണ്ടാണ് ആ നിൽക്കുന്നത് കേട്ടോ. എന്നെ മനസ്സിലായിട്ടില്ല ആൾക്ക്. ആയാലും നേരെ ആയാലും ആ വഴിയിലോട്ടൊന്ന് പോയി നോക്കാം. അമ്മച്ചി അവിടെ വികസിച്ചോ, അവിടെ എന്തായിടാന്ന് ചോദിച്ചിരുന്നു. കാരണം അവിടെ വെറും പാടവും കണ്ടുവരുന്നേ നേരെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയേക്കാം. ഉള്ള പേരല്ല കേട്ടോ, വേറൊന്നും പേരായിരുന്നു അവിടെ. ഓ, ഇവിടെ ഇങ്ങനെ ആയല്ലേ. പണ്ട് വെറും കണ്ടമായിട്ട് പറഞ്ഞിരുന്ന സ്ഥലമുണ്ട് ഇതൊക്കെ. അമ്മച്ചിരുന്ന് കാണിച്ചു കൊടുക്കണം അല്ലേ. അമ്മച്ചിയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന അന്നാസുകുട്ടി ചേച്ചി ചേർത്തി, അന്നാസുകുട്ടി ചേർത്തി എന്നാണ് വിളിക്കുന്നത്. ചേച്ചിയല്ല, അവർ ഈ ഭാഗത്ത് എവിടെയായിരുന്നു, ഒരു കുടിലായിരുന്നു അവർക്ക്. അപ്പോൾ ഞങ്ങളിവിടെയൊക്കെ നടന്ന് വന്നിട്ടുണ്ട്. അന്ന് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഒന്നേ ഇല്ല, ഒന്നുമില്ല. അത് അവനും കൂടി ചേർന്ന് വരേണ്ടതായിരുന്നു. അവൻ എൻ്റെ കൂടെ ഇന്ന് കാണട്ടല്ലേ. നമ്മൾ എനിക്ക് ഇങ്ങോട്ടൊക്കെ വന്നെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്. ആരും പ്രധാനമായിട്ട് ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചാൽ വരാൻ ഉദ്ദേശിച്ചില്ല. ഇവിടെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ എവിടെയോ ആയിരുന്നു അന്നാസുകുട്ടി ചേർത്തിയുടെ വീട്. ഇപ്പം അന്നാസുകുട്ടി ചേർത്തിയുടെ വീട് പോയിട്ട് ഇവിടെയൊക്കെ എന്താ പറയുക, അന്ന് വെറും മണ്ണ് വീട്. എത്ര 35 വർഷത്തിന് മുമ്പാണ് പറയണത്. 35 40 വർഷം, 40 വർഷത്തെ പഴക്കമുള്ള കഥയാണ് പറയണേ. പല സ്ഥലമൊക്കെ ഇപ്പോഴും ഉണ്ട്, പക്ഷെ ഇതൊക്കെ വെറും കണ്ടോ വരുന്നത്. ഭാഗത്ത് എവിടെയായിരുന്നു അതൊക്കെ പോയിട്ടുണ്ടാവും. ഒന്നേ പ്രായമുള്ള ആൾക്കാരായിരുന്നു. ആ സംഭവം മനസ്സിലുണ്ട്. ഇതിൻ്റെ പേരൊക്കെ മാറ്റി, ടാഗോർ നഗർ മാറ്റിയെന്നാണ്. വേറൊന്നും പേരും അമ്മച്ചി പറഞ്ഞിരുന്നു. എന്തൊരു പ്രത്യേക സ്ഥലപ്പേര് പറയുമായിരുന്നു കേട്ടോ. അപ്പം ആ താഴേക്കൊക്കെ വഴിയുണ്ട, ആ ഭാഗത്തേക്കൊക്കെ ഇരിക്കും. നമുക്ക് ആയാലും അങ്ങോട്ട് പോവാം. നമ്മുടെ ഈ മെയിൻ റോഡിൽ പോയിട്ട് കാര്യമില്ല. അന്നാസുകുട്ടി ചേർത്തിയുടെ പോലത്തെ ഒരു പുള്ളിക്കാരി അടുപ്പുണ്ട്. അതേ മോശമാണ് ആൾക്കാരെ. എന്താണ് പോകാൻ പറ്റുമെന്നറിയില്ല. അതുകൊണ്ട് ഈ വഴിയാണെന്നാണ് തോന്നുന്നത്. വഴിയൊന്നുമില്ല, വെറുതെ മണ്ണ്. ഈ എന്താ പറയുക, കണ്ടം, വരമ്പുണ്ടാവും, വരമ്പ്. ആ വരമ്പത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയൊരു ടാറ് ഇട്ടായിട്ട് കൊടുക്കണം. ഇതാണ് വഴി എന്നാണ് നമ്മുടെ ഏകദേശം ഒരു. ഇവിടെയൊക്കെ വലിയ വലിയ വീടുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് അവരുടെ കുടിയിൽ കഷ്ടിച്ച് ആ 40 വർഷം മുമ്പ്, 40 വർഷമായിട്ടാണ്, 40 വർഷത്തെ വ്യത്യാസമാണേ. ഇതാണ് അമ്മച്ചി പറയാറുള്ള ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എനിക്കിരുന്ന് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് പോയിട്ട് കാര്യമില്ല.
ഇതിപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഗ്രാമം. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു വന്നിട്ട് ഇവിടെ ഒരു കുടിലുണ്ടായിരുന്നു അവരുടെ. ആ കുടിലിൽ വന്ന് നിന്നായിട്ടൊക്കെ ഓർമ്മ നിൽക്കുകയല്ല, അങ്ങനെ വരും, വന്നിട്ട് പോവും, തിരിച്ചു പോകും. അവരെ കാണാൻ വരുമ്പോഴേ, ഞങ്ങൾ വെക്കേഷനൊക്കെ വരുമ്പോഴാണ് അങ്ങനെ ഒരു കാലഘട്ടം. പറഞ്ഞില്ലേ വേസ്റ്റൊക്കെ, അന്ന് വേസ്റ്റ് പോയിട്ട് ഒരു സാധനം പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പം വേസ്റ്റ് ഡംപ് ചെയ്യുന്നൊരു സ്ഥലം പോലെ ആയിപ്പോയി. അന്നൊക്കെ എന്ത് പാടം വരുന്നു, രണ്ട് സൈഡും പാടം, നടുക്കേ കൂടി ഒരു വരമ്പ്. ഈ വരമ്പിൽ കൂടിയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. അത് പോയിട്ടിപ്പോൾ വരമ്പുമില്ല, ഒന്നും തന്നെ ഇല്ല. വരമ്പിന് പകരം ഇതാണ് അവസ്ഥ. നമുക്ക് നേരെ പോയിട്ട് അവിടെ ലെഫ്റ്റ് പോവാം. ലെഫ്റ്റ് ഇരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് തൃശ്ശൂർ വരാം, കുഴപ്പമില്ല. അതിനെന്ന് വെച്ചാലേ ഈ വഴിയൊക്കെ ലൂർദ് പള്ളിയിലോട്ട് പോകുന്ന വഴിയാണെന്നറിയില്ല കേട്ടോ. ഈ വഴി അതിനങ്ങോട്ട് നമുക്ക് ഇനി തിരിക്കാം നല്ലത്. കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് വന്നെടുക്കാം. ട്യൂഷനാണ്. പിള്ളേരെ കൊണ്ട് സംസാരിപ്പിക്കരുത്. ആ തൃശ്ശൂർ സ്ലാങ്ങിനുള്ള ശബ്ദം കേൾക്കുമ്പോഴേ മുക്കാട്ടുകര റോഡ്, മ്യൂസിയം മുക്കാട്ടുകര റോഡ്. അമ്മച്ചി പറയുന്ന പേര് തന്നെയാണെന്ന് അറിയില്ല കേട്ടോ. മുക്കാട്ടുകര മ്യൂസിയം മുക്കാട്ടുകര റോഡാണ്. നമുക്ക് നേരെ പോവാം. ഇതൊക്കെ വെറും കണ്ടമായിരുന്നു കേട്ടോ ആ കാലത്ത്. കണ്ടം പ്രദേശമായിരുന്നു. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ ഇതിലൊക്കെ നടന്നും ചെറുപ്രായത്തിൽ 5-8 വയസ്സുള്ളപ്പോൾ ഇതിലൊക്കെ പോയ ഒരു ഓർമ്മ. ഇതുപോലെ വല്ല തമിഴ് ലോറി അങ്ങനെ വല്ലപ്പോഴും വന്നു. അതായത് അണ്ണാർച്ചക്ക എന്നാണ് നമ്മുടെ ആൾക്കാർ പറയാം. അണ്ണാർച്ചക്ക കയറ്റി തമിഴ് ലോറികൾ. അന്ന് 6 വീലായിരുന്നു. ഇതുവരെ തിരക്ക് പോയിട്ട് എന്താ പറയുക, ശാന്തസുന്ദരമായൊരു സമയം കാലൊരുങ്ങി. നമ്മൾ തിരിച്ച് ആ വഴിയിലോട്ട് തന്നെ വന്നു. അതൊക്കെ ഒരുപാട് വ്യത്യാസമായിപ്പോയി. അമ്മച്ചിനെ കാണിച്ചു കൊടുക്കാനും കൂടിയാണ് ഇതൊക്കെ. കാണിച്ചു കൊടുത്തിട്ട് അമ്മച്ചിയുടെ ഇതും കൂടി റെക്കോർഡ് ചെയ്താൽ അറിയാൻ പറ്റും ഏകദേശം ഇവിടുത്തെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ ഈ വഴികൾക്ക് വന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം ഇതൊക്കെ വെറും കണ്ടമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഇതാ കണ്ടോ, ഇന്നത്തെ തലമുറ എടുത്ത് പറഞ്ഞാൽ കണ്ടോ എന്ന് ചോദിക്കും. കാരണം അന്ന് ഷൂട്ട് ചെയ്യാനുള്ള കുഴപ്പമൊന്നുമില്ല. അന്ന് ഫോട്ടോഗ്രാഫറായിരുന്നു, വീഡിയോഗ്രാഫറല്ല. പുള്ളി അങ്ങനെ എല്ലാ ഫോട്ടോസൊന്നും എടുക്കില്ല.
വലിയ ആളുകളുടെ ഫോട്ടോ മാത്രം എടുക്കും. എന്തായാലും നമ്മൾ വീണ്ടും അമ്മച്ചിയുടെ തറവാട്ട് മുറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് പറയാൻ പറ്റുന്ന അവസ്ഥ ആയില്ല. നമ്മൾ കൃത്യമായിട്ട് പറയാം. വാറത്തിൻ്റെ കടയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. കാറ് പോയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ജംഗ്ഷൻ.